കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണൽ തുടങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. മെയ് 4 പെട്ടി പൊട്ടിക്കുമ്പോൾ ആര് കേരളത്തിൽ അധികാരത്തിലെത്തുമെന്ന ചോദ്യം നാലുപാട് നിന്നും ഉയരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം പുറത്തേക്ക് വന്നത്. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പറയുന്നത് UDFനാണ് കേരളത്തിന്റെ അധികാരം എന്നാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാകുമോ എന്ന ചോദ്യം ഉയരുമ്പോൾ അതേ സമയത്ത് വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന ഇടതുമുന്നണിക്ക് നിരാശയാണ് ഫലം. LDFന് ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് സർക്കാർ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ അത് ഇപ്പോൾ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഭരണ തുടർച്ചയില്ല, പകരം UDF അധികാരത്തിൽ വരുമെന്ന് ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും പ്രവചിക്കുകയാണ്. കേരളത്തിൽ UDFന് ഭരണം പ്രവചിച്ചുകൊണ്ടാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. 140 നിയമസഭാ സീറ്റിൽ UDF 70 മുതൽ 80 വരെ സീറ്റുകൾ നേടി സർക്കാർ രൂപീകരിക്കുമെന്നാണ് CNN ന്യൂസ് 18 എക്സിറ്റ് പോൾ പ്രവചനം. LDF 58 മുതൽ 68 വരെ സീറ്റ് നേടുമെന്നും BJPക്ക് 4 വരെ സീറ്റ് നേടുമെന്നും CNN ന്യൂസ് 18 പ്രവചിക്കുന്നു. UDF 78 മുതൽ 90 വരെ സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്നാണ് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ പ്രവചനം. LDFന് 49 മുതൽ 62 സീറ്റുകളാണ് ഇന്ത്യ ടുഡേ പ്രവചിക്കുന്നത്. BJP 3 വരെ സീറ്റുകൾ നേടുമെന്നും ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ പ്രവചിക്കുന്നു. NDTVയുടെ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ പ്രകാരം കേരളത്തിൽ UDF ട്രെൻഡാണ് പ്രവചിക്കുന്നത്. 75 മുതൽ 85 സീറ്റുകൾ വരെ UDFന് ലഭിക്കുമെന്നാണ് NDTV എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത്. LDFന് 55 മുതൽ 65 സീറ്റുകൾ വരെയാണ് പ്രവചിക്കുന്നത്. BJPക്ക് 3 സീറ്റുകൾ വരെ ലഭിച്ചേക്കാമെന്നും NDTVയും പ്രവചിക്കുന്നുണ്ട്. UDF 70 സീറ്റിന് മുകളിൽ നേടി അധികാരത്തിലെത്തുമെന്നാണ് മാട്രിക്സ് എക്സിറ്റ് പോളും പ്രവചിക്കുന്നത്. UDFന് 75 മുതൽ 85 സീറ്റ് വരെ പ്രവചിക്കുമ്പോൾ LDFന് 60 മുതൽ 65 സീറ്റുകൾ വരെയും BJPക്ക് 3 മുതൽ 5 സീറ്റുകൾ വരെയും ഇവർ പ്രവചിക്കുന്നുണ്ട്. പീപ്പിൾസ് പൾസ് സർവേയും കേരളത്തിൽ UDFന് അനുകൂലമായ ഒരു മുന്നേറ്റമാണ് പ്രവചിക്കുന്നത്. പീപ്പിൾ പൾസ് UDFന് 75 മുതൽ 85 സീറ്റുകൾ വരെയും LDFന് 55 മുതൽ 65 സീറ്റ് വരെയും BJPക്ക് 3 സീറ്റുകൾ വരെയുമാണ് പ്രവചിക്കുന്നത്. ടൈംസ് നൗ JVCയും കേരളത്തിൽ UDFനാണ് വിജയം പ്രവചിക്കുന്നത്. UDFന് 72 മുതൽ 84 വരെ സീറ്റുകളാണ് ടൈംസ് നൗ പ്രവചിക്കുന്നത്. LDFന് 52 മുതൽ 61 സീറ്റുകൾ വരെയും BJPക്ക് 3 മുതൽ 7 സീറ്റുകൾ വരെയും ടൈംസ് നൗ പ്രവചിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ജേർണോ മിറർ ഏജൻസി കേരളത്തിൽ UDFന് 65 മുതൽ 80 വരെയും LDFന് 55 മുതൽ 65 വരെയും NDAക്ക് 5 സീറ്റുകൾ വരെയും പ്രവചിക്കുന്നുണ്ട്. പീപ്പിൾസ് ഇൻസൈറ്റ് UDFന് 66 മുതൽ 76 സീറ്റുകൾ വരെയാണ് പ്രവചിക്കുന്നത്. LDFന് 58 മുതൽ 68 സീറ്റുകൾ വരെയും BJPക്ക് 10 മുതൽ 14 സീറ്റുകൾ വരെയും ഇവര് പ്രവചിക്കുന്നുണ്ട്. എന്തായാലും പ്രവചനങ്ങളൊക്കെ UDFന് അനുകൂലമായിട്ടാണ് വരുന്നത്. കേരളത്തിൽ UDF സർക്കാർ ഉണ്ടാക്കും എന്ന പ്രവചനമാണ് മിക്ക എക്സിറ്റ് പോളുകളും പറയുന്നത്. എന്താണ് ഇനി ജനങ്ങളുടെ മനസ്സിലുള്ളത് എന്ന് മെയ് 4 നമുക്കറിയാം.